കുറെ ആളുകൾക്ക് ജോലി തിരക്കാണ്. കുടുംബത്തോടൊന്ന് ബന്ധപ്പെടാനോ സംസാരിക്കാനോ മോനോട് വർത്താനം പറയാനോ ഒന്നും ഒഴിവില്ല. ഭാര്യനോട് പോലും വേണ്ട വിധം സംസാരിക്കാൻ ഒഴിവില്ല. ബിസിനസിന്റെ ഒക്കെ ചില ആളുകളുണ്ട്, സമ്പാദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഇനി എങ്ങനെയാണ് വേറൊരു ടൗണിൽ പുതിയൊരു കച്ചവട ശാല കെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജോലിക്കാര്, മാനേജർ, പണം, സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ചിന്തിക്കണം. ഇതിലിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ഭാര്യ, ആശയവിനിമയത്തിന്റെ കുറവ് കുടുംബത്തെ സമൂലം ബാധിക്കുന്നു. മക്കളോടൊപ്പം ഇരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തിനെ പണം സൂരിക്കൊണ്ടിരിക്കണത്? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ? ഈ ജീവിതത്തെ കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ കാത്തിരിക്കുന്ന ഭാര്യയുടെ മുമ്പിലേക്ക് ബെഡ്റൂമിൽ കയറുന്നത് പോലും 2ഉം 3ഉം ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ഫോൺ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, മറ്റേത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ ബിസിനസിന്റെ കാര്യം പാർട്ട്ണർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ച അഡ്വക്കറ്റാണ് ഇപ്പുറത്തെ കോളിലുള്ളത്. അപ്പോഴേക്ക് വേറെ ആൾ വിളിക്കുന്നു മറ്റേ ഫോണിൽ, ഇന്നത്തെ ആ വിഷയത്തിൽ എത്ര വില എന്ന് ചോദിച്ചിട്ട്. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് വില കണ്ടുപിടിക്കണം. ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് തന്നെ കാത്ത് ഇത്തിരി നേരം സംസാരിക്കാനും ഇത്തിരി നേരം ഒന്ന് മനസ്സറിഞ്ഞ് ജീവിക്കാനൊക്കെ ഇരിക്കുന്ന ഭാര്യയെ സാക്ഷി നിർത്തിയിട്ടാണ്. സ്വാഭാവികമായും വരൾച്ചയുണ്ടാവും. അപ്പൊ ആശയവിനിമയത്തിലെ കുറവാണ് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതി.